സ്നേഹിച്ചു. ആ പിതാവിന്റെ മഹാസ്നേഹം ഇന്ന് നാം വ്യക്തമായി അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു ദൈവത്തിന്റെ വചനം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും എല്ലാ മനുഷ്യർക്കും നിയമിച്ചിരിക്കുകയാണ്. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ വെളിച്ചത്തെ പകരുന്നു, ഇരുളിനെ സ്നേഹിക്കുന്നു. ഇന്ന് ഇത്രയും വചനങ്ങൾ പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ 12 അപ്പോസ്തലന്മാരിലൂടെ ഈ ഭൂമിയിൽ സകല മനുഷ്യരും കേൾക്ക ചെയ്ത് ദൈവത്തിന്റെ വചനം ആവശ്യത്തിനനുസരിച്ച് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? കാരണം നമ്മുടെ ദോഷപ്രവൃത്തികളാണ്, നമ്മുടെ ദൈവത്തിന് വിരുദ്ധമായ പ്രവൃത്തികളാണ് നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ നമുക്ക് സാധിക്കാത്തത്. അതുകൊണ്ടാണ് സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16 പോലും വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമാണ്. മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളത് കൊണ്ട് വെളിച്ചത്തെ പകയ്ക്കുകയാണ്, വെളിച്ചത്തെ എതിർക്കുകയാണ്. ഇരുട്ടിന്റെ പ്രവൃത്തികൾ നാം വ്യാപൃതരായിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടിന്റെ പ്രവൃത്തികളെ നാം വില കൊടുത്തു വാങ്ങുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, വെളിച്ചത്തിന്റെ പ്രവൃത്തി എന്താണ്? സ്നേഹമാണ്, സന്തോഷമാണ്, സമാധാനമാണ്, ദീർഘക്ഷമയാണ്, പരോപകാരമാണ്, സൗമ്യതയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇരുട്ടിന്റെ പ്രവൃത്തികൾ എന്താണ്? അത് നാം മനസ്സിലാക്കണം. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇരുട്ടിന്റെ പ്രവൃത്തികൾ. അപ്പോൾ ഇരുട്ടിന്റെ പ്രവൃത്തികളും വെളിച്ചത്തിന്റെ പ്രവൃത്തികളും തമ്മിൽ നാം വേർതിരിച്ച് കാണുക. സബൂലൂൻ ദേശത്തും നഫ്താലി ദേശത്തും യോർദാന്റെ ഇരുകരയിലും വന്നപ്പോൾ ഇരുട്ടിലിരുന്ന അനേകം ജനം വെളിച്ചം കണ്ടു. എന്താണ് വെളിച്ചം? നല്ല പ്രവൃത്തികളാണ് വെളിച്ചം. നിങ്ങൾ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ പിതാവ് നമ്മളെ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട്